ഡാക്സൺ ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോഴിക്കോട് എയർപോർട്ടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. ഇവിടെ തകർന്ന വിമാനവും അതിൻ്റെ കുറച്ച് രംഗങ്ങളാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കണം. അത്രയും തിരക്കാണ് ഇവിടെ. ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ അത്രയും അധികമാണ് ഇവിടെ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് ടേബിൾ ടോപ്പ് വിമാനത്താവളത്തിൻ്റെ എന്താണ് ടേബിൾ ടോപ്പ് എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഞാൻ വിമാനത്തിൻ്റെ തകർന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഞാൻ ക്യാമറ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ടേബിൾ ടോപ്പ് വിമാനത്താവളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മണ്ണ് ഇത് 2-3 നില ഹൈറ്റിൽ മണ്ണ് ഇട്ട് നിരത്തിയിട്ടാണ് ഈ വിമാനത്താവളം ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ 100-200 കൊല്ലത്തിൻ്റെ ദീർഘവീക്ഷണമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ആ വീക്ഷണമില്ലാത്തത് കൊണ്ടാണ് ഈ വിമാനത്താവളം ഇങ്ങനെ ആവാൻ കാരണം. ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഈ മണ്ണൊക്കെ ഇവിടുന്നുള്ള മലകളൊക്കെ മാന്തി മണ്ണ് ഇവിടെ കൊണ്ടിട്ടു. അപ്പോൾ ആ വിമാനത്താവളം വേണോ വേണ്ട എന്നുള്ള ചോദ്യചിഹ്നമായിരിക്കും. പക്ഷേ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ ടേബിൾ ടോപ്പ് വിമാനത്താവളം. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. നിരന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാക്കാമായിരുന്നു. കാരണം നമുക്ക് ഇതിൻ്റെ മതിൽ പിന്നെ
നോക്കിയാൽ ആയിട്ടോട് വന്നിട്ട് കാണും. ഇത് വിമാനം താർന്നിട്ടുള്ള രംഗമാണ്. ഇവിടുന്ന് ആ മേലെന്ന് കാണുന്ന അവിടുന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു വിമാനം. അത് താഴത്ത് പതിച്ചിരുന്ന വിമാനമാണ് കാണുന്നത്. ഇവിടെ ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്. എന്തായാലും ഇവിടെ ഇത് എയർപോർട്ട് അതോറിറ്റിയുടെ സ്ഥലമാണ്. ഇവിടെ എയർപോർട്ട് അതോറിറ്റിയുടെ സ്ഥലമാണ്. ഈ എയർപോർട്ട് അതോറിറ്റിയുടെ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും പോലീസ് കംപ്ലയിൻ്റ് കിട്ടുമായിരിക്കും. ഇപ്പോൾ പോലീസൊക്കെ വരുമായിരിക്കും. ഇവിടെ എയർപോർട്ട് അതോറിറ്റിയുടെ സ്ഥലത്തോടെയാണ് ലിങ്ക് റോഡ് പോകുന്നത്. അതിൻ്റെ അതിൻ്റെ നടുകൂടിയാണ് ലിങ്ക് പോകുന്നത്. ഇത് എയർപോർട്ട് അതോറിറ്റിയുടെ സ്ഥലമാണ്. ഈ ലിങ്ക് റോഡ് ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും വിമാനത്താവളത്തെ ഉള്ളിൽ കയറി ആൾക്കാരെ രക്ഷപ്പെടുത്തിയത്. കാരണം അവിടെ കടന്ന വിമാനത്താണ് അവിടെ വീണിട്ട് കാണുന്ന മതിലൂടെ മതിൽ പൊളിച്ചാണ് ആൾക്കാരെ ഉള്ളിൽ കയറിയിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയത്. കാരണം ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണം അവിടുത്തെ സെക്യൂരിറ്റിമാരൊക്കെ വരാൻ. അത്രയും ദൂരമാണല്ലോ. അവിടുന്ന് വരുന്നതിൻ്റെ മുന്നേ ഇവിടുത്തെ ആൾക്കാർ കയറി അവരെ രക്ഷപ്പെടുത്താനുണ്ടായത്. ഇതാണ് എയർപോർട്ട് അതോറിറ്റിയുടെ സ്ഥലമാണ്. ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഈ സ്ഥലം വേലി കെട്ടി സംരക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ലിങ്ക് റോഡ് ഒരു പക്ഷേ ക്ലോസ് ചെയ്യുമായിരിക്കും. ഒരു കൃത്രിമ മല ഇവിടെ ഉണ്ടാക്കി അതിൻ്റെ മേലെയാണ് വിമാനം ലാൻഡ് ചെയ്യുന്നത്. അവിടെ ആ തലപ്പത്ത് അവിടുന്നാണ് വിമാനം കണ്ടത്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് വിമാനം താഴത്തേക്ക് പതിച്ചിരിക്കുന്നതെന്നാണ്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് വിമാനം താഴത്തേക്ക് പതിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ എന്താണ് പതിച്ചതെന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് ഇനിയിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും നമ്മളെപ്പോഴും ഇതേപോലത്തെ ഒരു വിമാനത്താവളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭാവിയിൽ എനിക്ക് തോന്നുന്നു ആദ്യം ചെറിയൊരു വിമാനത്താവളമാക്കി അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂട്ടി വന്ന് ആണ് സംഭവിച്ചത്. അതുപോലെ ഇന്ന് ഇവിടെ വെയിലൊക്കെ കിട്ടുന്നുണ്ട്. വെയിലായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. എല്ലാം പോവാം. ഇവിടെ
ഭയങ്കര ട്രാഫിക്കാണ്. ഇവരൊക്കെ വിമാനത്താവളം കാണാനല്ല, ഇതിൻ്റെ വിമാനത്തിൻ്റെ തകർന്ന് കിടക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്, പൊന്തി കിടക്കുന്ന വ്യൂ. വിമാനത്താവളത്തിൻ്റെ സൈഡിൽ കാണുന്ന ഇതാണ്, സൈഡിൽ കൂടി കണ്ടുള്ള റോഡാണിത്. ഇതൊക്കെ വിമാനത്താവളത്തിന് ചുറ്റുമുള്ള റോഡാണിത്. അങ്ങനെ വന്ന വിമാനത്താവളത്തിൻ്റെ ടെർമിനലിൻ്റെ അടുത്തൊക്കെ അതിന് പകുതി ദൂരം കൂടി ഉള്ളൂ. ഇത്ര സഞ്ചരിച്ച ടെർമിനലിൻ്റെ അവിടെ എത്തിയിട്ടില്ല, എൻട്രൻസിൻ്റെ അവിടെ എത്തിയില്ല. ഇവിടെയൊക്കെ വിമാനത്താവളത്തിൻ്റെ എന്താ പറയുക, ആ ഒരു ഇതാണ്. ഇതാ കാണുന്നതാണ് റൺവേ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കണ്ടോ, അന്ന് അവിടുന്ന് ആക്സിഡൻ്റായ ആൾക്കാരെ രക്ഷപ്പെടുത്തിയ സ്ഥലമാണ്. ഇതുവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. ആ കാണുന്ന തലപ്പത്ത് കാണുന്ന അത് റൺവേ. ആ തലപ്പേര് കാണുന്നതാണ് റൺവേ. ഇവിടെ മാർക്കറ്റ് ഇനിയും ടെർമിനലിൻ്റെ അടുത്തെത്തിയിട്ടില്ല. ടെർമിനൽ അടുത്തെത്തുവാൻ അത്രയും ദൂരം ഇനിയും സഞ്ചരിക്കണം. ഇതൊക്കെ പോകുന്ന റൺവേ ആണ്. ഈ ബാക്ക് കാണുന്നതാണ് എയർപോർട്ട് റൺവേ. അവിടുന്ന് തുടങ്ങി യഥാർത്ഥത്തിൽ ടെർമിനലിൻ്റെ അവിടെ വരുമ്പോൾ ഈ ഭൂമി നിരപ്പിനായിട്ട് സമാനമായിട്ടാണ് അത് വരുന്നത്. പക്ഷേ ഇവിടെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും അത് ടേബിൾ ടോപ്പ് വളരെ ഉയരം കൂടും. എനിക്കൊന്ന് 3-4 കെട്ടിടത്തിൻ്റെ ഫ്ലോറിൻ്റെ അത്രയും ഉയരം ഉണ്ടാവും ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും. ശരിക്കും ദീർഘവീക്ഷണമില്ലായ്മയാണ്. ശരിക്കും ആദ്യം ലെവലിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്ര ഉയരത്തിന് ആവശ്യമില്ല. ഇവിടെ തന്നെ അതിൻ്റെ ആവശ്യം ശരിക്കും ദീർഘവീക്ഷണമില്ലായ്മ 3-4 ഘട്ടങ്ങളായിട്ട് മണ്ണിട്ട് ഉയർത്തി അതങ്ങനെ ആവശ്യം. ഒരുപാട് പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടായി. മണ്ണെടുത്ത് കുന്നുകളൊക്കെ നിരത്തി ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഇപ്പോഴും ഇത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുണ്ടാക്കിയ എൻജിനീയറിങ് എൻജിനീയറിങ്ങിൻ്റെ
പാകപ്പുഴ തന്നെയാണിത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതേപോലത്തെ സംരംഭം ഉണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധിച്ചുണ്ടാകും. ഇതൊക്കെ കല്ലിൻ്റെ മതിലാണ്, ഒട്ടുകല്ലിൻ്റെ മതിലാണ്. പിന്നെ ഇപ്പോൾ ഇത് ആരുടെ തലമുണ്ടക്കാണ് കുഴി, അത്ര ഹൈത്തുള്ള ഒട്ടുകല്ലിൻ മതിലാണ്. കാരണം വീതി കുറവായിരിക്കും, പഴയകാലത്തെ മാതിരിയുള്ള മതിലാകാൻ സാധ്യതയല്ല. 2 അടി വീതിയൊന്നും ഉണ്ടാവില്ല, ചെറിയ വീതിയൊക്കെ ഉണ്ടാവും. ഈ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ ഈ വ്ളോഗ് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വിമാനം എൻ്റെ പുറകെ കാണുന്ന തകർന്ന വിമാനം എൻ്റെ പുറത്ത് കാണുന്നത്. ഈ ടാക്സൺ വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം കാണുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ടാക്സൺ വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ടാക്സൺ വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.